ജന്മഭൂമിയിലേക്ക് ശബരിമലയെ തകർക്കാൻ LDFും UDFും ശ്രമിക്കുന്നു. ഇന്നലെ നിതിൻ നബീന്റെ ആ വാക്കുകൾ തന്നെയാണ് പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. സമയക്കുറവുള്ളത് കൊണ്ട് തന്നെ വളരെ വിശദമായ വാർത്തയിലേക്ക് പോകുന്നില്ല. എങ്കിൽ പോലും അണികളെ വലിയ ആവേശത്തിലാക്കിയ ഒപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളോടായി അദ്ദേഹം പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് നമ്മുടെ ഭാരതം സ്വന്തമാക്കിയതിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ ഭാരത കൗമാരോത്സവം എന്ന തലക്കെട്ടോടുകൂടി ജന്മഭൂമി വാർത്ത നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ എഡിറ്റോറിയലിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വർണ്ണക്കൊള്ള കേസിൽ CBI വന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എഡിറ്റോറിയൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 4ാമത്തെയാളും ജയിൽ മോചിതൻ ആയതോടുകൂടി കേസുകൾ അട്ടിമറിക്കപ്പെടാനും പ്രതികൾ രക്ഷപ്പെടാനുമുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒപ്പം തന്നെ എഡിറ്റോറിയൽ മഹാമാഘ മഹോത്സവം പരമേശ്വർജിയുടെ സ്വപ്ന സാക്ഷാത്കാരം എന്നുള്ളത് എഡിറ്റോറിയലിൽ നൽകിയിട്ടുണ്ട്. തിരുനാവായിൽ ഭാരതപ്പുഴയുടെ തീരത്തെ മഹാമാഘ മഹോത്സവം കഴിഞ്ഞ ദിവസമാണ് സമാപിച്ചത്. വിമർശകർ ഇത് എങ്ങനെയാണ് അവർ അതിലൊരു വിസ്മയം കണ്ടെത്തുന്നത്, ഒപ്പം തന്നെ 4 പതിറ്റാണ്ടിന്റെ പ്രയത്ന ഫലമാണിത് എന്നുള്ള കാര്യവും എഡിറ്റോറിയലിൽ ജന്മഭൂമി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വളരെ പെട്ടെന്ന് നമുക്ക് മാതൃഭൂമിയിലേക്ക് കൂടി ഒന്ന് പോകാം. ഒന്നിലധികം വാർത്തകൾ കാണിക്കാറുണ്ട്. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട വാർത്ത തീർച്ചയായും അണ്ടർ-19 ലോകകപ്പ് ഭാരതത്തിനാണ് എന്നുള്ളതാണ്. ജൈത്രയാത്ര എന്ന തലക്കെട്ടോടു കൂടിയാണ് നമ്മുടെ മാതൃഭൂമി വാർത്ത നൽകിയിരിക്കുന്നതോടൊപ്പം തന്നെ ഇന്നലെ പാകിസ്ഥാനിൽ നടന്ന ചാവേർ ആക്രമണം വളരെ പ്രധാന വാർത്തയായി തന്നെ നൽകിയിട്ടുണ്ട്. ഇസ്ലാമാബാദിൽ ഷിയാ പള്ളിയിൽ ചാവേർ ആക്രമണം 31 മരണം എന്നുള്ളതാണ് അവർ മറ്റൊരു പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നഗരത്തിലുള്ള ഗുണ്ടാ വിളയാട്ടം, അത് നമ്മൾ നൽകിയ വാർത്ത കൂടിയാണ്. ആ ഗുണ്ടാ വിളയാട്ടത്തിന്റെ വാർത്ത നൽകിയിട്ടുണ്ട്. ലജ്ജിക്കാം നമുക്ക് ഈ ഗുണ്ടാ വിളയാട്ടത്തിന്റെ പേരിൽ എന്ന തലക്കെട്ടോടു കൂടിയാണ് തിരുവല്ലയിലെ എന്തായാലും നമുക്ക് ഇനി എന്താണ് സ്പോർട്സ് പേജിലേക്കാണ് പോകേണ്ടത്. സ്പോർട്സ് പേജിൽ തീർച്ചയായും നമ്മുടെ അണ്ടർ-19 നമ്മുടെ കുട്ടികളുടെ വാർത്ത വൈഭവ് സൂര്യവംശിയുടെ വൈഭവത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ അവർ സ്പോർട്സ് പേജ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പരാജയം അറിയാതെ ഇന്ത്യ അണ്ടർ-19 ലോകകപ്പ് ജേതാക്കളായതിനെ കുറിച്ച് 100ൽ 100 എന്നുള്ളത്. ഒപ്പം തന്നെ മിഷൻ 2020 അത് എങ്ങനെയാണ് ക്രിക്കറ്റ് ആരാധകർക്ക് വിശ്രമിക്കാൻ സമയമില്ല. ഇന്ത്യയുടെ കൗമാര ക്രിക്കറ്റ് സംഘം അണ്ടർ-19 ലോക കിരീടം നേടിയതിന്റെ അലയൊലികൾ അടങ്ങും മുൻപേ ചേട്ടന്മാർ മറ്റൊരു മത്സര ഗോതയിലേക്കാണ്. 10ാമത് 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ശനിയാഴ്ച തുടക്കം. ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് മത്സരങ്ങൾ എന്നുള്ള വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. രണ്ടാം പേജിൽ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടി ഉണ്ട് എന്നുള്ളതാണ്. ട്രിവാൻഡ്രം ക്ലബിന് മുന്നിലെ അപകടം, ഇന്നലെ സംഭവിച്ച ആ അപകടം നമ്മൾ ചെയ്ത ആ വാർത്ത, അതിന് പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. പിന്നിൽ സ്മാർട്ട് റോഡിലെ അശാസ്ത്രീയത എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഗതാഗത ക്രമീകരണത്തിലെ അശാസ്ത്രീയത തന്നെയാണ് ഈ ഒരു അപകടം വരുത്തിവെച്ചത് എന്നുള്ളതാണ്. സ്മാർട്ട് റോഡുകൾ നിർമ്മിക്കുമ്പോൾ ഇതുപോലെ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് തോന്നുന്നു രാഖി. ഒന്ന് ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന്, 2 ടാഗോ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാഹനങ്ങൾക്ക് നേരിട്ട് റോഡ് ക്രോസ് ചെയ്യാനുള്ള കട്ടിങ് ഒരുക്കിയിരിക്കുകയാണ്. അവിടെ ഡിവൈഡർ കട്ട് ചെയ്തിട്ട് അതിന് പകരം ഇടത്തേക്ക് പോയി യു-ടേൺ എടുക്കാനുള്ള സംവിധാനമാണ് ഒരുക്കേണ്ടിയിരുന്നത്. സ്മാർട്ട് റോഡുകളുടെ തീരുമാനമല്ല. അങ്ങനെ തന്നെ ആളൊഴിഞ്ഞ റോഡുകളിൽ ഈ മത്സര ഓട്ടവും അമിത വേഗവും പ്രശ്നമാകുന്നുണ്ടോ എന്നും സ്പീഡ് ബ്രേക്കറുകൾ ഇല്ല എന്നും ട്രാഫിക് ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും അടുത്തിനി മലയാള മനോരമയിലേക്ക് ഒന്ന് പോയി വരാം. സ്വാഭാവികമായിട്ടും ഇപ്പോൾ പരസ്യത്തിൻ്റെ അതിപ്രസരം വരുമ്പോൾ പല പത്രങ്ങളും ഒന്നിലധികം 1-ാം പേജുകൾ സൃഷ്ടിക്കാറുണ്ട്. ഇത് ഞാനൊക്കെ പത്രത്തിലുള്ള കാലത്ത് അപൂർവമായി സംഭവിച്ചിരുന്നതാണ്. അതുകൊണ്ട് എന്തായാലും 1-ാം പേജിലുള്ള വാർത്ത വൈബ് ഇന്ത്യ എന്നാണ്. വളരെ സ്വാഭാവികമായിട്ടും അണ്ടർ-19 ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് 6ാം കിരീടം എന്നുള്ള വാർത്ത തന്നെയാണ് പ്രധാനമായും നൽകിയിരിക്കുന്നത്. ആദ്യത്തെ 1-ാം പേജിൽ 2ാം കിരീടം മോഹിച്ചെത്തിയ ഇംഗ്ലണ്ടുകാരുടെ പ്രതീക്ഷകൾ മുളയിലേ നുള്ളാൻ വൈഭവ് സൂര്യവംശി എന്ന 14-കാരന് വേണ്ടി വന്നത് വെറും 80 പന്തുകൾ, 15 വീതം 6ഉം 4ഉം അടക്കം 80 പന്ത്. ഇന്നലെ ജന TV വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു വൈഭവത്തെക്കുറിച്ച്. അടിയെക്കുറിച്ച് 15 4 15 6 ആകെ കൂടി 150. പിന്നെ ചില്ലറ എന്ന കണക്ക് 25 റൺസ് ഓടിയും എടുത്തിരിക്കുകയാണ് ഈ ഭാരതത്തിൻ്റെ പുതിയ ഈ താരോദയം. 2-ാം പേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ മനോരമയുടെ
ഒന്ന്, ഗുണ്ടാപ്പിരിവ് സംഘം കഴുത്തിൽ കത്തിവെച്ച് യുവതിയെ പീഡിപ്പിച്ച വാർത്ത രണ്ടാമത്തെ 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട് മലയാള മനോരമ. വളരെയധികം പ്രാധാന്യത്തോടുകൂടി അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോൾ നായയെ അഴിച്ചുവിട്ടും അക്രമം, പോലീസുകാർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തയും ഇന്നലെ ജനം ടി വിയിൽ ഉണ്ടായിരുന്നു. എന്തായാലും അറസ്റ്റിലായ 2 പേരുണ്ട്. സുബിൻ അലക്സാണ്ടറുടെ CCTV ദൃശ്യങ്ങളടക്കമാണ് പത്രവും വാർത്ത നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്ത മനോരമയിലുള്ളത്, സർക്കാർ പ്രവൃത്തി ദിനം കുറയ്ക്കാൻ സംഘടനകൾക്കും സമ്മതം 5-നൊപ്പം എന്നുള്ള വാർത്തയാണ് നൽകുന്നത്. അവധി ദിവസങ്ങൾ വെട്ടിക്കുറയ്ക്കും എന്ന് സർക്കാർ, പ്രവൃത്തി ദിനങ്ങളിൽ അധിക ജോലി ചെയ്യാമെന്ന് സർക്കാരാണ്. എന്തായാലും നേട്ടം എന്ന് പറയുന്നത് സർവീസ് സംഘടനകൾ ഒറ്റക്കെട്ടായി അനുകൂലിച്ചതോടെ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസങ്ങൾ ആഴ്ചയിൽ 6 എന്നത് 5 കുറയ്ക്കുന്ന വിഷയം സർക്കാർ ഗൗരവപൂർവ്വം പരിഗണിക്കുന്നു. മുൻപൊരിക്കൽ മന്ത്രിസഭയിൽ എതിർപ്പ് ഉയർന്നതിനാൽ മാറ്റിവെച്ച വിഷയത്തിൽ വീണ്ടും തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് വരുന്നത്. വാഹനം, വൈദ്യുതി, വെള്ളം തുടങ്ങിയവ ചെലവ് കുറയും. ജീവനക്കാർക്ക് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവിടാം. മാനസിക സമ്മർദ്ദം കുറയുന്നത് വഴി തൊഴിലിൽ മികവ് കാട്ടാം. സർക്കാർ ഓഫീസാണ്, കണ്ടറിയണം. തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാണ് ദിവസവേതനക്കാർക്ക് ശമ്പളം നൽകുന്നത്. ഈ ചെലവിൽ കുറവ് വരും. പിന്നെ സബ് രജിസ്ട്രാർ ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ് തുടങ്ങിയവ അടഞ്ഞു കിടക്കുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അടുത്തടുത്തായി 2 അവധി വന്നാൽ ജീവനക്കാരുടെ ഇടപെടൽ ഉണ്ടാകില്ലെന്ന ധൈര്യത്തിൽ അനധികൃത കെട്ടിട നിർമ്മാണത്തിന് സാധ്യത തുടങ്ങിയ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മനോരമയുടെ സ്പോർട്സ് പേജും ആഘോഷം തന്നെയാണ്. മാതൃഭൂമിയിലും മറ്റു പത്രങ്ങളിലും എന്ന പോലെ സൂര്യകിരീടം നേടി എന്നാണ് മാതൃഭൂമിയുടെ സ്പോർട്സ് പേജ് പറയുന്നത്. സൂര്യകിരീടം നേടി അണ്ടർ-19, സൂര്യകിരീടം തേടി ഇന്ത്യയുടെ 2020. അടുത്തത് ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് നേരിട്ട് പോവുക. ഹിന്ദുവിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഓയിൽ ഇമ്പോർട്ട്സ് ഫ്രം റഷ്യ ഹിറ്റ് 38-month low എന്നും പാകിസ്ഥാനിലെ സൂയിസൈഡ് അറ്റാക്കുമുള്ള നമുക്ക് ടൈംസ് ഓഫ് ഇന്ത്യ കൂടി എന്ന് നോക്കിയിട്ട് സമയം അതിക്രമിച്ചു എന്ന് വിസിയിൽ നിന്ന് പറയുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ 1-ാം പേജിൽ പറയുന്നത്, സൂയിസൈഡ് ബ്ലാസ്റ്റ് അറ്റ് ഇസ്ലാമാബാദ് മോസ്ക് kills 31, MEA snubs Pak claim of Indian hand. അതായത് അവിടെ എന്ത് സംഭവിച്ചാലും ഉടനെ തന്നെ ഭാരതത്തെ കുറ്റം പറയും. അത് ശീലിച്ചു പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു പാകിസ്ഥാൻ ഇങ്ങനെ വരുന്നത്. ഭാരതത്തിലെ നേർവഴിയിലും ഇരുട്ടിൻ്റെ മറവിലും അതിർത്തിയിലൂടും ഒക്കെ ആൾക്കാരെ കടത്തി വിട്ടിട്ട് തീവ്രവാദികളെ കടത്തി വിട്ടുന്ന ശീലമുള്ളത് കൊണ്ടാണ് എന്തായാലും അവിടെ നടന്ന ഈ ചാവേർ ആക്രമണത്തിൽ 31 പേര്, 100-ലധികം പേർക്ക് പരിക്കുണ്ട് എന്നുള്ള വാർത്ത വന്നിരുന്നു. ഭാരതത്തിന് പങ്കുണ്ട് എന്നുള്ള മട്ടിൽ കൊയ്തുകൊണ്ടേയിരിക്കുന്നു. കൊയ്ത് കഴിഞ്ഞിട്ടില്ല. അതെന്തായാലും ഭാരതത്തിൻ്റെ വിദേശ മന്ത്രാലയം തള്ളിക്കളഞ്ഞിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. നേരെ ഒന്ന് സ്പോർട്സ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ടൈംസിൻ്റെ ഇന്ത്യ റൂൾ വിത്ത് സൂര്യവംശി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വൈഭവ് സൂര്യവംശിയുടെ ഇന്നിങ്സും ഭാരതത്തിൻ്റെ അണ്ടർ-19 ലോകകപ്പ് വിജയവും തന്നെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. സൂര്യവംശി ഹാസ് സെറ്റ് എ റെക്കോർഡ് ഫോർ ദ ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ ഇൻ എ നോക്കൌട്ട് ഗെയിം. കുറേയധികം റെക്കോർഡുകൾ പിറന്നു ഈ കളിയിൽ. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഒരു ഫൈനലിൽ അല്ലെങ്കിൽ സെമി ഫൈനലിൽ അല്ലെങ്കിൽ ഒരു നോക്കൌട്ട് മാച്ചിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറ്, അതുപോലെ തന്നെ 411 എന്നുള്ള ഭാരതത്തിൻ്റെ സ്കോറും റെക്കോർഡാണ്.